ദുരൂഹ മരണപ്പെട്ട 100-ൽ പരം ആത്മാക്കളുടെ ശബ്ദമായിരുന്നു ആ ബിൽഡിങ്ങിൽ നിന്നും ദിവസവും കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ വിചിത്രമായി ഒരു കുഞ്ഞിൻ്റെ നിലവിളി അവരെ എല്ലാവരെയും ശ്രദ്ധിക്കപ്പെട്ടു. 1993 എൻ്റെ ഒരു സുഹൃത്തിന് തൃശ്ശൂർ ആശുപത്രിയിൽ ജോലി ലഭിച്ച് അങ്ങോട്ട് പോയിരുന്നത്. ആ സമയത്തൊന്നും അവിടെ താമസ സൗകര്യം അത്ര സുലഭമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് താമസിക്കാനായി ലഭിച്ചത് ഒരു പഴയ കെട്ടിടമായിരുന്നു. കുറെ ഇരുമ്പ് വാതിലുകളും ഇരുമ്പ് ജനവാതിലുകളുമുള്ള ഒരു പഴയ കെട്ടിടം. കണ്ടാൽ ഒരു പ്രേതഭവനത്തോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള ഒരു കെട്ടിടം. അവിടെ എൻ്റെ സുഹൃത്തിനെ കൂടാതെ മറ്റു 4 പേരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരേ പ്രായക്കാരായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു അർദ്ധരാത്രിയിൽ പലപ്പോഴായി പലയിടങ്ങളിലായി അവർക്ക് ഒരു തരത്തിലുള്ള വിചിത്രമായ കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയത്. അതും വ്യത്യസ്തമായ കരച്ചിലുകൾ. രാത്രിയിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലെ പുറകിലെ മോർച്ചറി നിൽക്കുന്ന ഭാഗത്ത് ഒരു കാടുണ്ട്. ആ കാടിലൂടെ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴി കടന്നാൽ പെട്ടെന്ന് ഈ ബിൽഡിങ്ങിലെത്താം. അതുകൊണ്ട് തന്നെ ജീവനക്കാരായ ഇവരെല്ലാം ഉപയോഗിച്ചിരുന്നത് ആ വഴി മാത്രമായിരുന്നു അങ്ങോട്ടെത്താൻ. എന്നാൽ ആശുപത്രിയിൽ നിന്നും വെളിച്ചമുള്ള ഭാഗം കഴിഞ്ഞാൽ അവിടെ നിന്നും കൂരാക്കൂരി ഇരുട്ടാണ് ആ ബിൽഡിംഗ് വരെ. ആ വഴി കടന്നു പോകുമ്പോൾ അവർ അല്പം വേഗത കൂട്ടുമായിരുന്നു. കാരണം പലപ്പോഴായി അവർ നടന്നു പോകുമ്പോൾ അവർക്ക് പുറകെയായി ആരോ അവരെ താണ്ടി വരുന്നത് പോലെ ഒരു തോന്നൽ ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. റൂമിൽ എത്തിയതിനു ശേഷവും അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു വിചിത്രമായ പിശാചിൻ്റെയൊക്കെ സാന്നിധ്യമുള്ളാവുന്ന പോലെ അവർക്ക് തോന്നാറുണ്ട്. ആരോ അവരെ ഉറ്റുനോക്കുക, വിചിത്രമായ രീതിയിൽ തുറിച്ചു നോക്കുക, പലപ്പോഴായി പലയിടങ്ങളിലായി പല രൂപങ്ങൾ കാണുക, അതും അഴുകി ദ്രവിച്ച ശരീരമുള്ള പല രൂപങ്ങളും. ചില സമയങ്ങളിൽ പെട്ടെന്ന് ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ഒരു തരം മണം അവിടെയെല്ലാം പരക്കുക. അങ്ങനെ വിചിത്രമായ കുറെ കാര്യങ്ങൾ അവരിൽ അനുഭവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ കഥകൾ ആശുപത്രിയിലെ തന്നെ മറ്റു ജീവനക്കാരുമായി പങ്കുവച്ചത്. ആ സമയത്താണ് അവർ വിചിത്രമായ ഈ കഥ കേൾക്കുന്നത്. 1980-കളിലായിരുന്നു നമ്മുടെ കേരളത്തിൽ വസൂരി എന്ന ഒരു മഹാമാരി പടർന്നു പിടിച്ചത്. ആ സമയത്ത് വസൂരി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് അസുഖം ബാധിച്ചയാളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. ഇതൊരു പതിവ് കാഴ്ചയായതോടെ ജനസംഖ്യ വളരെയധികം കുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജീവനോടെ കുഴിച്ചു മൂടാതിരിക്കാൻ അന്നത്തെ രാജാവ് അവരെ പാർപ്പിക്കാനായി ഒരു കെട്ടിടം തയ്യാറാക്കി. ആ കെട്ടിടത്തിൽ ജയിലിലെ ഇരുമ്പ് കമ്പികൾ പോലെ കമ്പികൾ വെച്ച വാതിലുകളും ജനവാതിലുകളും വായു അകത്തേക്ക് ചെല്ലാത്ത രീതിയിലുള്ള ഒരു കെട്ടിടമായിരുന്നു അവർക്ക് വേണ്ടി നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അസുഖം ബാധിച്ചവരെല്ലാവരെയും ആ ഓരോ മുറികളിലായി കൊണ്ടിട്ടു. അവർക്ക് കാവലായി ഒരുപാട് ഭടന്മാരെയും കാവൽ നിർത്തി. എന്നാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും ആ ഭടന്മാർക്ക് പേടിയായിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു അസുഖമായിരുന്നു വസൂരി. ഭടന്മാർ അവരുടെ മുറിക്ക് നേരെ നിന്ന് ഭക്ഷണം അവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ദയനീയ കാഴ്ചയായിരുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏറ്റവും കഠിനമായ രീതിയിൽ മരണപ്പെടുക എന്ന് പറഞ്ഞു കേട്ട പോലെ തന്നെ ആയിരുന്നു അവിടെ നടന്നതും. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വികൃതമായി വിചിത്രമായി മരണപ്പെടുക അല്ലെങ്കിൽ നരകിച്ച് മരണപ്പെടുക എന്ന ഒരു അവസ്ഥയായിരുന്നു ആ ബിൽഡിങ്ങിൽ, ആ കെട്ടിടത്തിലെ ഓരോ മുറിയിലും നടന്നുകൊണ്ടിരുന്നത്. അവിടെ ആരെങ്കിലും മരിച്ചു പോയാൽ, ശരീരം അഴുകി ദ്രവിച്ചു പോയാൽ, അസ്ഥികളായാൽ പോലും ആരും അവിടെ വന്ന് അത് എടുത്തു പോവാൻ പോലും മനസ്സ് കാണിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാലഘട്ടമായിരുന്നു പോലും വസൂരി. അങ്ങനെയുള്ള ആ സമയത്തായിരുന്നു ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായി വസൂരി ബാധിച്ച് അവിടെ എത്തിയത്. കുഞ്ഞിന് പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മ വസൂരി വന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനും അത് പകരാമെന്ന് കരുതി ആ അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞിനെ പാർപ്പിച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ അമ്മ മരണപ്പെടുകയുണ്ടായി. എന്നാൽ ആ അമ്മയുടെ ശരീരത്തിനരികിൽ കരഞ്ഞിരുന്ന ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോലും അന്നത്തെ ഭടന്മാരോ അന്നത്തെ രാജാക്കന്മാരോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അസുഖബാധിതനല്ലാതിരുന്നിട്ട് പോലും അവിടെ കിടന്ന് മരിക്കുകയുണ്ടായി. അതിനുശേഷം വസൂരി പൂർണ്ണമായും ഭേദമായ സമയത്തും ആ ബിൽഡിംഗ് അങ്ങനെ തന്നെ കിടന്നു.
കുറേ വർഷങ്ങൾക്ക് ശേഷം രാജഭരണമെല്ലാം അവസാനിച്ച സമയത്ത് ഈ ബിൽഡിംഗ് ഗവൺമെൻറ് ഏറ്റെടുത്തു എന്നാണ് കേട്ടുകേൾവി. അതിനുശേഷമാണ് ഇത് താമസയോഗ്യമായ രീതിയിൽ പുതുക്കി പണിഞ്ഞ് ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് അവിടെ താമസിക്കാനായി കൊടുത്തത്. അതുകൊണ്ടായിരുന്നു അർദ്ധരാത്രിയിൽ അവിടെ ഒരുപാട് വിചിത്രമായ നിലവിളി കേട്ടുകൊണ്ടിരുന്നത്. കാരണം അവിടെ മരിച്ചിരുന്ന എല്ലാവരും വളരെ നരകിച്ചായിരുന്നു മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ശാപമോക്ഷം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കരച്ചിലിനിടയിൽ വാവിട്ട് കരയുന്ന ഒരു കുഞ്ഞിന്റെ നിലവിളി കൂടി അവർ എപ്പോഴും കേൾക്കുമായിരുന്നു. പലപ്പോഴായി പെട്ടെന്ന് തിരിയുന്ന സമയത്തെല്ലാം ഒരു കുഞ്ഞ് തന്നെ എടുക്കാൻ വേണ്ടി കൈ ഉയർത്തി നിൽക്കുന്ന ഒരു തരം രൂപം അവർക്ക് കാണാമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. എന്നാലും അവരെ ആത്മാക്കൾ ഒന്നും ഉപദ്രവിച്ചിരുന്നില്ല. പലപ്പോഴായി അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ കൂടെ കൂടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അർദ്ധരാത്രിയിലായിരുന്നു ആ കെട്ടിടത്തിന് തീ പിടിച്ചത്. ആ തീപിടുത്തം വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമായിരുന്നു. പലരും രക്ഷപ്പെടുമോ എന്ന് പോലും ചിന്തിച്ചിരുന്ന സമയത്ത് അത്ഭുതകരമായി ആ കെട്ടിടത്തിലെ മുഴുവൻ ജീവനക്കാരും രക്ഷപ്പെട്ടു. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അവരെ ആരോ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. തീ ആളിപ്പടർന്ന് കത്തുന്ന ആ കെട്ടിടത്തിന് മുന്നിൽ അവർ നിൽക്കുമ്പോൾ ആ കെട്ടിടത്തിൽ നിന്നും വിചിത്രമായ കരച്ചിലിനു പകരം ആ സമയത്ത് അവർ കേട്ടത് ഉല്ലസിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു ശബ്ദമായിരുന്നു. കാരണം ഒരു തരത്തിൽ ഇപ്പോഴായിരുന്നു ആ ആത്മാക്കളുടെ മോചനം. അവർക്ക് ഇപ്പോഴാണ് ഒരു മോചനം ലഭിച്ചത്. മനുഷ്യൻ മരണപ്പെട്ടാൽ ഒന്നെങ്കിൽ ജലത്തിൽ, അല്ലെങ്കിൽ വായുവിൽ, അല്ലെങ്കിൽ മണ്ണിൽ, ഇങ്ങനെയാണല്ലോ പതിവ്. ഇപ്പോഴായിരുന്നു അവർ അഗ്നിയുടെ രൂപത്തിൽ വന്ന് ആ വായുവിൽ ശാപമോക്ഷം ലഭിച്ചത്. എന്നാലും ആ സമയത്ത് അവർ നിസ്സഹായമായി നോക്കി നിന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ആൺകുട്ടിയുടെ കൈകൾ തന്നെ രക്ഷിക്കൂ എന്ന തരത്തിൽ തങ്ങൾക്ക് നേരെ നീട്ടി നിൽക്കുന്ന ഒരു കാഴ്ച അവർ ഇന്നും മറന്നിട്ടില്ല എന്ന് എൻ്റെ ഈ സുഹൃത്ത് എന്നോട് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ആ സമയം അദ്ദേഹത്തിന്റെ കണ്ണുകൾ അല്പം ഈറനണിഞ്ഞിരുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. വീണ്ടും മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാം.